ജീവിതത്തിലേക്ക് കൊണ്ടു നടക്കേണ്ട സാരോപദേശങ്ങളിൽ മറ്റൊന്ന് അക്രമം, അതിന്റെ പര്യവസാനം അതിദാരുണമാണ്. അക്രമിച്ചുകൂടാ, അക്രമം ആരോടുമായി കൂടാ. അല്ലാഹു തആല പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ ആരെയും ആക്രമിക്കുന്നവനല്ല. ശാരീരികമായി മാനസികമായി ഒരു നിലക്കും ആരെയും ആക്രമിക്കല്ലേ. വജഅൽതുഹു ബൈനകും മുഹറമാ, ഞാൻ ആക്രമിക്കുന്നവനല്ല, നിങ്ങളും ആക്രമിക്കരുത്. അതുകൊണ്ട് ദുൽമ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം അക്രമം ചെയ്തു ജീവിക്കല്ലേ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, കുടുംബക്കാരോട് ബന്ധുക്കളോട് അക്രമം കാണിക്കുന്നത് എത്രയോ ഗുരുതരമായ തെറ്റുമല്ലയോ? എത്ര ഗുരുതരമാണ്. ആരും ആരെയും ആക്രമിക്കല്ലേ. അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം, ഒരു പ്രദേശം ചരിത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു നാട്, പേര് ഞാൻ പറയുന്നില്ല. ആ പ്രദേശത്ത് ഖബീലകൾ പരസ്പരം യുദ്ധം നടക്കുന്നു, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. തലമുറകളായി നടന്ന യുദ്ധങ്ങളിൽ ആ നാട്ടിൽ തന്നെ ജനസംഖ്യ വല്ലാണ്ട് കുറഞ്ഞു പോയപ്പോ അവരൊരു സമ്മേളനം, ഒരു മീറ്റിംഗ് ഒരുമിച്ച് കൂടി. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഖബീല, നമ്മുടെ കുടുംബ പരമ്പര നശിക്കാൻ പോകുന്നു. തമ്മിൽ തല്ലിയിട്ട് മക്കളില്ല, എല്ലാവരും കൊന്നു നശിപ്പിച്ചിരിക്കാൻ. കൊലപാതകം തന്നെ കൊലപാതകം. അതുകൊണ്ട് നമ്മുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം? അപ്പോഴാണ് ചില ആളുടെ തലയിലൂടെ ദുഷിച്ച ചില ചിന്തകൾ വരുന്നത്. വളരെ പെട്ടെന്ന് അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ മീറ്റിംഗിന് നേതൃത്വം കൊടുത്തത് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. പിശാച് ഇവിടെ ഉണ്ടായിരുന്നു. എന്താ തീരുമാനം എന്നറിയോ? അല്ലാഹു ഹറാമാക്കി വ്യഭിചാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോരുത്തരും സ്വന്തം ബന്ധുക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭം ധരിക്കുകയും ആങ്ങളെ പെങ്ങള് അതുപോലെ തന്നെ മക്കളോട് മാതാപിതാക്കൾ ഇങ്ങനെ വളരെ ദുഷിച്ചമായ വ്യഭിചാരം ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. അല്ലാഹു തആല വല്ലാഹു മിൻ വറാ, അല്ലാഹു തആല അവരെ കാത്തിരിക്കുകയായിരുന്നു. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അവർക്ക് വരുന്ന ശിക്ഷ നോക്കണം. ആങ്ങളെ പെങ്ങളിലൂടെ മഹറമായ ആളുകൾ തമ്മിലുള്ള ഹറാമായ ബന്ധങ്ങൾ നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞ അതിദുഷ്ടമായ വ്യഭിചാരത്തിന്റെ ഏറ്റവും മോശപ്പെട്ടത് കുടുംബ ബന്ധങ്ങളിലൂടെ, രക്തബന്ധങ്ങളിലൂടെ വ്യഭിചാരം നടക്കുന്നു. ഗർഭധാരണം നടന്ന് മക്കൾ ഒരുപാടുണ്ടാവട്ടെ, ഇതാണ് ആ നാട്ടുകാരുടെ തീരുമാനം. അല്ലാഹുവിന്റെ ശിക്ഷയെ കാത്തിരിക്കുകയാണവർ. അല്ലാഹു തആല ശിക്ഷ ഇറക്കാൻ പോകുന്നു. അവരുടെ നാടിൽ കണ്ട ഒരു ചെറിയൊരു ഉറുമ്പ്, നംല, ചെറിയൊരു ഉറുമ്പ്. ആ ഉറുമ്പ് ഇങ്ങനെ അരിച്ചു വരുന്നു. ഓരോരുത്തരുടെ ദേഹത്തും ഒന്ന് കടിച്ചു പോകുന്നു, ഒരൊറ്റക്കടി. ആ ഉറുമ്പ് കടിച്ചാൽ തന്നെ ശരീരം വളരെ പെട്ടെന്ന് ദുർബലമായി 2 ദിവസം കൊണ്ട് ആള് മരിച്ചു പോകും. ആ പ്രദേശം ഒന്നാകെ ഉറുമ്പ് കടിയേറ്റ് മരിച്ചൊരു രംഗം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തേ കാരണം? അള്ളാഹു നിഷിദ്ധമാക്കിയ തിന്മയെന്ന വലിയൊരു അക്രമം ചെയ്തു അവര്. അതും തന്നെ വ്യഭിചാരത്തിൽ ഏറ്റവും മോശപ്പെട്ട വ്യഭിചാരം. അതിൽപ്പെട്ട ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട് ഓടുകയാണ് മക്കയിലേക്ക്. പോകുന്ന പോക്കിൽ ആ നാട്ടിലെ മുഴുവൻ സ്വർണവും സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഒരു ഭരണിയിലാക്കി ഭൂമിയിൽ കുഴിച്ചിട്ട് അദ്ദേഹം മക്കയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. 18 വർഷം മക്കയിൽ ജീവിച്ചതിന്റെ ശേഷം 18 വർഷം മക്കയിൽ ജീവിച്ചു. അപ്പോഴേക്കും ജന്മനാട്ടിലുള്ള മുഴുവൻ ആളുകളും മരിച്ചുടങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് അപകടം സംഭവിച്ചില്ല. പുരുഷന്മാർ ചെയ്ത തിന്മയായിരുന്നു. പെണ്ണുങ്ങൾ നിരപരാധികളായിരുന്നു. അള്ളാഹു പെണ്ണുങ്ങൾക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല. അവിടുത്തെ ആണുങ്ങൾ മുഴുവനും മരിച്ചു പോവുകയാണുണ്ടായത്, ഉറുമ്പ് കടിയേറ്റിട്ട്. അങ്ങനെയുണ്ട്, ഉറുമ്പ് കടിച്ചിട്ട് ആളുകൾ മരിച്ച അനുഭവം. ഉറുമ്പ് കടിയേറ്റ് മരിച്ചു. ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു ഓടി മക്കയിലേക്ക്. പോകുന്ന പോക്കിൽ അദ്ദേഹം ഒരു ഭരണിയിലാക്കി സർവ്വ സ്വർണവും കിട്ടിയത് മുഴുവനും അദ്ദേഹം സൂക്ഷിച്ച് സ്വന്തം നാട്ടിൽ ഒരു പാറക്കെട്ടിന്റെ അരികത്ത് കുഴിച്ചിട്ടു. അദ്ദേഹം 18 കൊല്ലം കഴിഞ്ഞ് മക്കയിൽ തന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞിടോ, എന്റെ നാട്ടിലേക്കൊന്ന് പോ, അവിടെ എനിക്ക് കുറെ സ്വത്തുണ്ട്. ഇന്നാലിന്ന പാറക്കെട്ടിന്റെ അരികത്ത് ഒന്ന് കുഴിച്ചു നോക്കിയാൽ വലിയ ഭരണി കിട്ടും. അതിൻ്റെ അകത്ത് ഒരുപാട് സ്വർണമുണ്ട്, അതൊന്ന് എടുത്തു കൊണ്ടുവരുമോ?
നീ എനിക്കൊന്ന് കൊണ്ടുതരുമോ? തന്നാൽ ആ സമ്പത്തിന്റെ പകുതി അതിലേറെ ഞാൻ നിനക്ക് തരാം. മക്കയിൽ നിന്ന് തന്റെ കൂട്ടുകാരൻ, ഇയാൾക്ക് അവിടെ രണ്ടാമത് പോകാൻ പോലും ധൈര്യമുണ്ടായില്ല. കാരണം അത്രയും കൊടിയ വ്യഭിചാരം ചെയ്ത ആളാണ്. മക്കയിൽ വന്ന അഭയം പ്രാപിച്ചതാണ്. പാറക്കെട്ടിന്റെ അടയാളം നോക്കി കുഴിച്ചിട്ട സ്ഥലം കണ്ടുപിടിച്ചു. വലിയ ഭരണിയാണ്, ഇഷ്ടംപോലെ സമ്പത്ത്, ഭാരമുണ്ട്, നല്ല കനമുണ്ട്, അതിനുള്ളിൽ സ്വർണവും വെള്ളിയുമാണ്. എല്ലാം എടുത്ത് മക്കയിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി അദ്ദേഹം കൊണ്ടുവന്നു. തന്റെ കൂട്ടുകാരൻ തനിക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം കൈപ്പറ്റാൻ വേണ്ടി. ആ കൂട്ടുകാരൻ ഏതൊരുത്തനാണോ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്, അദ്ദേഹമല്ല ഈ എടുക്കാൻ വന്നത്, മക്കക്കാരനെ എടുക്കാൻ പറഞ്ഞയച്ചത്. അയാൾ അത് എടുത്തു കൊണ്ടുപോകുന്നു, മക്കയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തി വളരെ വിശ്വസ്തനായ കൂട്ടുകാരൻ അത് തുറന്നു നോക്കിയിട്ടില്ല, അതിലൊന്നും അപഹരിച്ചിട്ടില്ല, ആ ഭരണി തുറന്നിട്ട് പോലുമില്ല. മക്കയിൽ കൊണ്ടുവന്നു ഈ മുതലാളിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. വ്യഭിചാരം ചെയ്ത് സ്വന്തം പെങ്ങളെ അല്ലെങ്കിൽ മഹ്റമായ ആളുകളെ, സ്വന്തം മകളെ, അതുപോലെയുള്ള ക്രൂരമായ രീതിയിലുള്ള വ്യഭിചാരം, അതിദുഷ്ടമായ വ്യഭിചാരം ചെയ്ത ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടുന്നത്? ഭരണി തുറക്കുകയാണ്, സ്വർണമൊക്കെ റെഡിയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ഭരണിയുടെ നേരെ മേലെ ഒരു ചെറിയ ഉറുമ്പ് കണ്ടു. മുഖമെന്ന് നോക്കിയതേയുള്ളൂ, ആ ഉറുമ്പ് കയറി പിടിച്ച് മൂക്കിലാണ് കടിച്ചത്. ചെറിയ ഉറുമ്പ് കടിച്ചത് പരമാർത്ഥം. 2 ദിവസം കൊണ്ട് ആ മനുഷ്യൻ പിന്നെ ജീവിച്ചത്. തന്റെ നാട്ടുകാർ മുഴുവനും ഉറുമ്പിന്റെ കടിയേറ്റ് മരിച്ചു. എന്നാൽ അള്ളാഹു ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തിയോ? അയാൾ തൗബ ചെയ്ത് മടങ്ങിയിരുന്നില്ല. സമ്പത്ത് വേണമെന്ന മോഹം കൊണ്ട് അതെടുത്തു കൊണ്ടുവരാൻ ആളെ അയച്ചു. 18 കൊല്ലം, 18 വർഷമാണ് ആ ഉറുമ്പതിന്റെ ഉള്ളിൽ കഴിഞ്ഞത്. 18 കൊല്ലം, 18 വർഷം അതിന്റെ ഉള്ളിൽ കഴിയുകയും ഈ മനുഷ്യന്റെ സമയമായിരിക്കുന്നു, അള്ളാഹുവിന്റെ അദാബ് കിട്ടാൻ നേരമായിരിക്കുന്നു. ആ ഉറുമ്പ് മൂക്കിൽ കടിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചു പോകുന്നത്. തന്റെ നാട്ടുകാർ മുഴുവനും മരിച്ചുപോയ പോലെ. അള്ളാഹുവിന്റെ സൈന്യം ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയില്ല. മഹറമുകളായ ആളുകളെ, വിവാഹബന്ധം പോലും ഹറാമായ ആളുകളെ വ്യഭിചരിച്ച ഏറ്റവും ക്രൂരമായ ശിക്ഷ, അതിന് അള്ളാഹു നൽകുന്ന ശിക്ഷയായിരുന്നു ഒരു ഉറുമ്പിന്റെ കടി കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ഭർത്താവിന്റെ സഹോദരനെ പോലും സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ദീൻ. എങ്ങനെയാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഈ വ്യഭിചാര രീതി, ഏറ്റവും മോശമായത്, നമ്മുടെ ചെവികളിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്, എന്നാൽ മദ്യപാനത്തിലൂടെയും അനാവശ്യമായ സിനിമകൾ കണ്ടിട്ടും അല്ലാതെയും എത്രയോ വീടുകളിൽ നമ്മൾ ഒരിക്കലും പറയാൻ ഇഷ്ടപ്പെടാത്തത്, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, ഏറ്റവും അള്ളാഹു വെറുക്കുന്ന ഏറ്റവും കഠിനമായ തെറ്റുകൾ നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ പേടിക്കണേ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അതിൻ്റെ ഒക്കെ ശിക്ഷ വരുമ്പോൾ ഏത് സൈന്യമാണ്, ഉറുമ്പായിട്ടാണോ അല്ലാതെയാണോ അള്ളാഹുവിന്റെ സൈന്യം വരുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുകയില്ല. അക്രമിക്കല്ലേ, അള്ളാഹു പോവരുതെന്ന് പറഞ്ഞതിലേക്ക് പോവല്ലേ, അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് അടുക്കല്ലേ. അത് ദുൽമാണ്. അതിനാണ് അക്രമം എന്ന് പറയുന്നത്. അത് ഒരു തരം അക്രമങ്ങൾ വേറെയുമുണ്ട്. ആളുകളുടെ സമ്പത്ത് അപഹരിക്കുന്നത്, സ്വത്ത് അപഹരിച്ചെടുക്കുന്നത്, സ്ഥലക്കച്ചവടം നടക്കുമ്പോ കള്ളമായ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഒരാൾ സ്വന്തമാക്കുന്നു, പിന്നീട് അറിയുന്നു അത് വിറ്റ ആളിൻ്റേത് പോലും ആയിരുന്നില്ല ആ സ്ഥലം, മറ്റാരുടേതോ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റേത്. ഇയാളത് വാങ്ങി കുടുങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ ആരോട് പറയും? ഹലാലായ സമ്പാദ്യങ്ങൾ എത്രയോ ആളുകൾക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്ന വളരെ ക്രൂരമായ വഞ്ചനകൾ നടക്കുന്ന കാലമാണിത്. അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചുവല്ലോ, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ. നമ്മ വഞ്ചിക്കുന്ന ആളുകൾ നമ്മിൽപ്പെട്ട ആളുകളല്ല എന്ന്. റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം ആഡംബര പ്രിയനായിരുന്ന രാജാവായിരുന്നു അൽ മുഅ്തമിദ് എന്ന സ്പെയിൻ ഭരണാധികാരി. സ്പെയിൻ ഭരിച്ചിരുന്ന അൽ മുഅ്തമിദ്, സ്വന്തം അയൽപക്കത്തെ നാട്ടുകാരൻ, ഒരു രാജാവ്, മുസ്ലിമായ മനുഷ്യൻ, തന്നെ മറ്റൊരു രാജാവ് ആക്രമിക്കാൻ വരുന്ന രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ
ഇയാൾ മുഅ്തമിദ് സ്വന്തം സൈന്യവുമായി അയൽനാട്ടിലേക്ക് ചെല്ലുകയും അവരുടെ അക്രമിയെ തുരത്തി ഓടിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് തോന്നുന്നു, ഈ നാടും ഞാനങ്ങ് പിടിച്ചെടുത്താൽ എന്താ, സഹായിക്കാൻ പോയതാണ്. സഹായിക്കാൻ പോയ വീട്ടിൽ ചെന്ന് ഉപദ്രവം ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം, ചില വീടുകളിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ, ആണുങ്ങളില്ലാത്ത വീടുകൾ, ഗൾഫുകാരും പ്രവാസികളുമായ വീടുകൾ, അവിടേക്ക് നിൽക്കാൻ സംരക്ഷണത്തിനും രാത്രികാലങ്ങളിൽ അവർക്ക് സംരക്ഷണത്തിന് ചെന്നു കൊടുക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാളിലൂടെ ആ വീട്ടിൽ തിന്മകൾ നടക്കുന്ന അപകടം പോലെ മുഅ്തമിദ് താൻ ആരെയാണോ സഹായിക്കാൻ പോയത് ആ നാട്ടുകാരനെ പിടിച്ചടക്കുകയും അയാളുടെ വാപ്പയെ, പെൺകുട്ടികളെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ എല്ലാവരെയും ബന്ദികളാക്കി പിടിക്കുകയും ആ രാജ്യത്തെ സമ്പത്ത് മുഴുവനും അപഹരിക്കുകയും ചെയ്യുന്നു. വാപ്പ പറഞ്ഞു, മോനെ, ഇന്നലെ വരെ നമ്മൾ അഭിമാനത്തിലായിരുന്നു, മുഅ്തമിദിനോട് നമ്മളാണ് സഹായം ചോദിച്ചത്, മുഅ്തമിദിനോട് സഹായ സൈന്യം വേണമെന്ന് നമ്മളാ പറഞ്ഞത്. എന്നിട്ട് ആ മനുഷ്യൻ നമ്മെ നിന്ദ്യന്മാരായി ഇന്ന് ജയിൽ പുള്ളികളായി പിടിച്ചുകൊണ്ടുപോകുന്നു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ദഅവത്തുൽ മദ്ലൂം. മോനെ, നീ ഭരണാധികാരിയായിരുന്നപ്പോ ആരെയെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിക്കപ്പെട്ട ആള് നിനക്കെതിരെ ചെയ്ത പ്രാർത്ഥനയുടെ ഫലമാണ് ഞാനും നീയും അടക്കം നമ്മുടെ കുടുംബം ഇന്ന് ഈ ചങ്ങലകളിൽ ബന്ധിക്കാൻ കാരണം നമ്മൾ ആരെയെങ്കിലും ആക്രമിച്ചു കാരണം. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, അള്ളാഹുവേ, അല്ലാഹുമ്മ റബ്ബേ, ഞങ്ങൾ ആരെയെങ്കിലും ശിക്ഷിച്ചതിന്റെ അല്ലെങ്കിൽ അക്രമം ചെയ്തതിന്റെ ഫലമായി നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിച്ചിരിക്കുന്നു റബ്ബേ. ഇന്നലെ വരെ രാജാധികാരത്തിൽ ജീവിച്ച ഞങ്ങൾ ഇന്ന് ബന്ദികളായി മാറിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. എന്നാലും ഞങ്ങളെ ആക്രമിച്ച മുഅ്തമിദ്, ആ മുഅ്തമിദിന് നീ ശിക്ഷ കൊടുക്കണമേ. പാതിരാത്രിയിലെ ദുആയാണത്. പാതിരാത്രിയിലെ ദുആ സംഭവിക്കാൻ പോകുന്നു. മുഅ്തമിദ് ബില്ലാക്ക് ശരീരം തളരാൻ പോകുന്നു. ശരീരം തളരുന്നു, ശരീരമാസകലം തളരുന്നു. അദ്ദേഹത്തെ തൊട്ടടുത്ത രാജ്യത്തുകാരനായ യൂറോപ്പുകാരൻ ഭരണാധികാരി വരികയും മുഅ്തമിദിനെയും തന്റെ പെൺമക്കളെയും തന്റെ ഭാര്യമാരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ആരായി? പെൺകുട്ടികൾ. കല്ലിൽ മണ്ണിൽ ചവിട്ടാതിരിക്കാൻ കസ്തൂരി വിതറിയിരുന്ന, കസ്തൂരിയിൽ ചവിട്ട് നടന്നിരുന്ന പെണ്ണുങ്ങൾ. മുഅ്തമിദ് നല്ല കവിയായിരുന്നു. അദ്ദേഹം കവിത ചൊല്ലിയിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് പാട്ടുപാടിയിട്ടുണ്ട്. ആ മുഅ്തമിദിനെയും മക്കളെയും നിന്ദ്യന്മാരായി പിടിച്ചുകൊണ്ടുപോയി. എന്തിന്? സഹായം ചോദിച്ച നാട്ടുകാരനെ സഹായിക്കാൻ ചെന്നതിന്റെ ശേഷം ആ നാട് പിടിച്ചടക്കിയതിന്റെ കുറ്റത്തിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയായിരുന്നു. ആ പെൺകുട്ടികൾക്ക് ഉടുക്കാൻ പോലും മാന്യമായ വസ്ത്രമില്ലാതെ ജനങ്ങൾക്ക് തുന്നിക്കൊടുത്തുകൊണ്ടാ അവർ പിന്നെ ജീവിച്ചത്. വാപ്പയെ ജയിലിൽ പോയി കാണും. ഒരു പെരുന്നാൾ ദിവസം വാപ്പയെ കാണാൻ വേണ്ടി പെൺകുട്ടികൾ വന്നപ്പോ വാപ്പ ചൊല്ലിയ ഒരു കവിതയുണ്ട്. മക്കളെ, എത്ര മനോഹരമായിരുന്നു നമ്മുടെ പെരുന്നാളുകൾ. ഇന്നിതാ വാപ്പ ജയിലിൽ. മക്കളെ, നിങ്ങൾക്കൊന്ന് ഉടുക്കാൻ പോലും തിന്നാൻ പോലും ഭക്ഷണമില്ലാതെ നിങ്ങൾ വല്ലാത്ത കഷ്ടപ്പാടിലായി പോയല്ലോ എന്ന് സ്വന്തം മക്കളെ നോക്കി അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്. മൊറോക്കോയിലേക്കാണ് കൊണ്ടുപോയത്, സ്പെയിനിൽ നിന്ന് മൊറോക്കോയിലേക്ക്. അവിടെ ക്രൂരമായ ജയിൽ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് മുഅ്തമിദ് ബില്ലാ മരിക്കുന്നത്. അദ്ദേഹം പാടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മക്കള് തന്നെ ജയിലിൽ വന്ന് കാണാൻ വന്ന സമയമാണ്. ഫീമാ മളാ കുൻതു ബിൽ അഅയാദി മസ്റൂറാ ഫസാഅകൽ ഈദു ഫീ അഹ്മാതി മഅ്സൂറാ തറാ ബനാതിക ഫിൽ അത്മാരി ജായിഅതൻ യഗ്സിൽന ലിന്നാസി മാ യംലിക്ന ഖത്മീറാ برزنا نحوك للتسليم خاشعة أبصارهن حسيرات مكاسيرا يطئن في الطين والأقدام حافية كأنها لم تطأ مسكا وكافورا. മുതഅല്ലിമീങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണും. തന്റെ മക്കൾ എത്ര ആഡംബരത്തിൽ ജീവിച്ച മക്കളാണ്. ഇപ്പോൾ ഗതി പോലുമില്ലാതെ അവർ തെരുവ് തണ്ടികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അക്രമത്തിന് അള്ളാഹു തന്ന ശിക്ഷയാണ് എന്ന് മുഅ്തമിദിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അള്ളാഹു. അക്രമികൾക്ക് ശിക്ഷ വരും. വിസ തട്ടിപ്പ് നടത്തിയ ആളുകൾ
ആളുകളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രലോഭനങ്ങൾ ചെയ്ത് പൈസ വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞ ആളുകൾ ആ സമ്പത്ത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. 1 വർഷം 10 കൊല്ലം 15 കൊല്ലം ആളുകൾക്ക് പിടികൊടുക്കാതെ ജീവിക്കാൻ കഴിഞ്ഞേക്കുമെന്നാൽ ആ സമ്പത്ത് കണ്ണീരിന്റെ സമ്പത്താണ്. എത്രയോ കുടുംബം പാതിരാവുകളിൽ ആക്രമിക്കപ്പെട്ടു പോയവർ കണ്ണുനീർ വാർത്തുകൊണ്ട് പാതിരാവിൽ ദുആ ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥനകളുടെ ഫലം ദുൽമ് ചെയ്ത ആളുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനേ, ന്യായമല്ലാത്ത ഒന്നും നമ്മൾ ആരുടേതും കൈപ്പറ്റേണ്ട. അന്യായമായി വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡോക്യുമെന്റുകൾ നമ്മൾ ഫോർജ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, രേഖകൾ നമ്മൾ കള്ളത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഭൂമിയോ വസ്തുവോ സ്ഥലമോ ബിൽഡിങ്ങോ നമ്മുടേതല്ലാത്തത് നമ്മുടേതാക്കിയെടുക്കാൻ വേണ്ടി നിയമപരമായി എന്തെല്ലാം സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ ഇടപെടുന്നുണ്ടോ, അള്ളാഹു അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ സമ്പത്ത് മുഴുവനും വിറ്റ് വിലക്കെട്ടിയാൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട പൈസക്ക് തുല്യമാവില്ല. അള്ളാഹു അങ്ങനെ ചെയ്യുന്നത് ആരുടെയെങ്കിലും സ്വത്ത് അന്യായമായി നമ്മൾ കൈപ്പറ്റുന്നത് കൊണ്ടാണ്. അക്രമത്തിന്റെ പര്യവസാനം വളരെ ദയനീയമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ഹംസത്തുൽ ബസയൂനി അക്രമികളിൽപ്പെട്ട ലോകം കണ്ട അക്രമിയായിരുന്നു ഹംസത്തുൽ ബസയൂനി. അദ്ദേഹം മുസ്ലിമീങ്ങളായ ആളുകളെ ക്രൂരമായി കൊല ചെയ്ത ആളാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ അദ്ദേഹം കൊല ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, എവിടെ നിങ്ങളുടെ അള്ളാഹു, എവിടെ നിങ്ങളുടെ അള്ളാഹു? ആ അള്ളാഹുവിനെ ഞാൻ ഇരുമ്പിൽ കെട്ടിയിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ അള്ളാഹുവിനെയും ഞാൻ ഇരുമ്പിൽ തറക്കും, ഇരുമ്പ് കൊണ്ട് തറക്കും, ഇരുമ്പ് കൊണ്ട് ആണിയടിച്ച് തറക്കും, നിങ്ങളെയും നിങ്ങളുടെ അള്ളാഹുവിനെയും എന്ന് പറഞ്ഞിരുന്ന മുസ്ലിമാണ്. പേരുകൊണ്ട് ഹംസത്തുൽ ബസയൂനി. ഈജിപ്തുകാരനാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സിയോണിസം ഉണ്ടായിരുന്നു. അദ്ദേഹം സെക്കുലർ മുസ്ലിമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിലും വിശ്വാസമില്ലാത്ത മതമേതായാലും കുഴപ്പമില്ല എന്ന് പറയുക മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വാസം പോലും ഇല്ലാതിരുന്ന ഹംസത്തുൽ ബസയൂനി മുഅ്മിനീങ്ങളെ ശിക്ഷിച്ചപ്പോഴൊക്കെ പറഞ്ഞത്, എവിടെ നിങ്ങളുടെ അള്ളാഹു എന്ന് വിളിക്കേ. ആ അള്ളാഹു എന്താ വരാത്തത്? ഞാൻ ശിക്ഷിക്കുമ്പോ അവൻ എന്താ ഇറങ്ങി വരാത്തത്? ഒന്ന് കൊണ്ടുവാ, അള്ളാഹുവിനെ ഞാൻ ഇരുമ്പ് കൊണ്ട് തറക്കും എന്ന് പറഞ്ഞ ഹംസത്തുൽ ബസയൂനി കാറോടിച്ചു പോകുന്ന നേരത്ത് ഇരുമ്പിന്റെ കമ്പികൾ വഹിച്ചു പോകുന്ന ഒരു ട്രക്കിന്റെ പിന്നിൽ പോയി ഇടിച്ചുകൊണ്ടാ മരിക്കുന്നത്. ഇരുമ്പ് കൊണ്ടുപോകുന്ന, ഇരുമ്പിന്റെ അയൺ ബാറുകൾ കൊണ്ടുപോകുന്ന ട്രക്ക്, ആ ട്രക്കിന്റെ ബാക്കിൽ ഇയാൾ പോകുന്ന കാർ ഇടിച്ചുകൊണ്ടാണ് ഹംസത്തുൽ ബസയൂനി മരിക്കുന്നത്. എങ്ങനെ മരിച്ചെന്നറിയോ? ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇരുമ്പ് കയറിയാണ് ഇയാൾ മരിക്കുന്നത്. അള്ളാഹുവിന് ഇരുമ്പ് കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞ മനുഷ്യന് ഇരുമ്പിന്റെ ഉള്ളിൽ നിന്ന് കഷ്ണം കഷ്ണമായിട്ടാണ് അയാളുടെ ശരീരം മുറിച്ചെടുത്തുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ വെല്ലുവിളിച്ചു, ഇരുമ്പിന്റെ വാക്ക് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ഇരുമ്പിലൂടെ അള്ളാഹു മറുപടി കൊടുത്ത ലാലിമാണ്, അക്രമിയായിരുന്നു ഹംസത്തുൽ ബസയൂനി. അതുകൊണ്ട് ആരോഗ്യം കൊണ്ട് വെല്ലുവിളിക്കല്ലേ, ആരോഗ്യം ക്ഷയിച്ചു പോകാനിരിക്കുന്നു. സമ്പത്ത് കൊണ്ട് മേന്മ പറയല്ലേ, അഹങ്കാരം നടിക്കല്ലേ, സമ്പത്ത് നഷ്ടപ്പെടാനിരിക്കുകയാണ്. സുഖസൗകര്യങ്ങളെ കൊണ്ട് അഹങ്കാരം നടിക്കല്ലേ, അള്ളാഹു അത് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. ഒരാൾക്ക് നൽകിയത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് ആരും ആരെയും ദുൽമു ചെയ്യാൻ പോവല്ലേ, ആരും ആരെയും ആക്രമിക്കാൻ പോവല്ലേ. അക്രമികളുടെ ദുആ, അക്രമിക്കപ്പെട്ടവരുടെ ദുആ അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല. ലൈസ ബൈനഹു വബൈനല്ലാഹി ഹായിൽ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബി ദുആദ് എന്ന അന്നത്തെ ഭരണാധികാരിയിൽ നിന്ന് ഒരുപാട് അക്രമം ഏറ്റുവാങ്ങിയ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ ക്രൂരമായി, വളരെ ദാരുണമായി ശിക്ഷിക്കപ്പെട്ട നിരപരാധിയായ ഹദീസിന്റെ പണ്ഡിതൻ. 10 ലക്ഷത്തോളം ഹദീസുകൾ മനപാഠമുണ്ടായിരുന്നു എന്ന് അബൂ സുർഅ റഹ്മത്തുള്ളാഹി അലൈഹി സാക്ഷ്യപ്പെടുത്തിയ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ ഇബ്നു അബി ദുആബ് ബഹുമാനപ്പെട്ടവരെ വളരെ ക്രൂരമായി ശിക്ഷിച്ചപ്പോഴാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഹ്ബിസ്ഹു ഫീ ജിൽദിഹി
വഅദ്ബി. അല്ലാഹുവേ അല്ലാഹുവേ ആ മനുഷ്യന്റെ ശരീരത്തിൽ തൊലിയിൽ നീ അയാൾക്ക് ശിക്ഷ കൊടുക്കണമേ. പറഞ്ഞത് പരമാർത്ഥം. ഇബ്നു അബീ ദുആബിന്റെ ശരീരം പകുതി ഭാഗം പാരലൈസ് ആയിപ്പോയി, പകുതി ഭാഗത്തിന് അനക്കമില്ല. അനക്കമുള്ള പകുതി ഭാഗത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ അയാൾ പറയുമായിരുന്നു. സ്പെയിൻ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. സ്പെയിനിന്റെ ഭരണാധികാരിയായിരുന്ന അൽ മുഅ്തമിദ്, സ്പെയിനിന്റെ ഒരു ഈച്ച ഇരുന്നാൽ, എന്നാൽ അനക്കമില്ലാത്ത ഭാഗത്ത് മുറിച്ചു കൊണ്ടുപോയാൽ പോലും അറിയില്ല. അങ്ങനെ പാതി ജീവനിൽ ജീവിച്ചുകൊണ്ട് ഇബ്നു അബീ ദുആബ് മരിക്കുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, അസ്വാബത്നി ദഅവതു അഹ്മദ് ബിൻ ഹംബൽ, അസ്വാബത്നി ദഅവതു അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബൽ എന്ന ഇമാമിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് സംഭവിച്ചു പോയത്. മഹാന്മാരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ കേടായി പ്രാർത്ഥിച്ചു പോയാൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങൾ കേടായി ദുആ ചെയ്തു പോയാൽ അത് ജീവിതകാലം മുഴുവനും പിന്തുടർന്നു കൊണ്ടിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, നമുക്ക് സംരക്ഷണം നൽകട്ടെ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ആക്രമിക്കപ്പെട്ടു പോയപ്പോ ആ ആക്രമിക്കപ്പെട്ട പ്രാർത്ഥനയാണ് ഇബ്നു അബീ ദുആബിന്റെ ജീവിതത്തിൽ ശരീരം തളർന്നു പോകുന്ന സുഖമായി അത് പുലരാൻ കാരണമെന്ന് ചരിത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ലാ തുളിമന്ന ഇദാ മാ കുൻത മുഖ്തദിറാ ഫള്ളുൽമു ആഖിറുഹു യുഫ്ളി ഇലൻ നജമി തനാമു ഐനൈക തനാമു ഐനുക വൽ മദ്ലൂമു മുൻതബിഹു യദ്ഉ അലൈക വഅൈനുല്ലാഹി ലം തനമി. ആരെയും ആക്രമിക്കാൻ പോവല്ലേ, ആരെയും അന്യായമായി പീഡിപ്പിക്കാനോ അന്യരുടെ സമ്പത്തെടുക്കാനോ പിടിച്ചു പറിക്കാനോ ചിന്തിക്കല്ലേ. അള്ളാഹു അക്രമികളുടെ കൂടെയല്ല, ആക്രമിക്കപ്പെടുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ സംരക്ഷണം അക്രമികൾക്കില്ല. അക്രമം ചെയ്യാതിരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട സാരോപദേശങ്ങളിൽ അവസാനമായി ഒന്നുകൂടെ പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശയാവാതിരിക്കാം. ഒരിക്കലും നിരാശപ്പെടല്ലേ. ലാ യയസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അവിശ്വാസികളല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല. നിരാശപ്പെടല്ലേ. തിന്മകൾ ചെയ്തവരാണെങ്കിൽ അള്ളാഹുവിനോട് റഹ്മത്തിന് പ്രതീക്ഷിക്കണം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, പ്രബോധനം ചെയ്യുന്ന ആളുകൾ, പ്രഭാഷണം ചെയ്യുന്ന ആളുകൾ, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ നിരാശപ്പെടരുത്. ആളുകൾ എന്താ നന്നാവാത്തത്, ആളുകൾ എന്താ പറഞ്ഞത് കേൾക്കാത്തത്, മനുഷ്യന്മാരെന്താ നന്മയിലേക്ക് വരാത്തത്, നിരാശപ്പെടല്ലേ. എന്തുകൊണ്ട്? മഹാനായ പ്രവാചകൻ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം നിരാശപ്പെട്ടില്ലല്ലോ. 950 വർഷം ദഅവത്ത് ചെയ്തിട്ട് കൂടെ കൂടിയ ആളുകൾ 12 പേരാണെന്ന് അല്ല, 80 പേരാണ്. അതിലപ്പുറം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് 80 ആളുകളെ കിട്ടിയാൽ അതിന്റെ അർത്ഥം ഓരോ 85 കൊല്ലം കഴിയുമ്പോഴും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നതിനർത്ഥം 85 കൊല്ലത്തിൽ ഒരാൾ, ഓരോ 85 കൊല്ലവും ഒരാൾ വീതം. അത്രയാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിൽ ആളുകൾ വന്നത് ഇസ്ലാമിലേക്ക്. എന്നിട്ട് പോലും ക്ഷമയോടെ ദഅവത്ത് ചെയ്ത മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിന് മക്കളെ നന്മയിലേക്ക് വിളിക്കും. മക്കൾ നന്നാവാണ്ടിരിക്കുമ്പോ ഉമ്മ നിരാശപ്പെടല്ലേ. എന്റെ മക്കൾ നിസ്കരിക്കുന്നില്ല, എന്റെ മക്കളെ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്റെ മക്കൾ നന്നാവുന്നില്ല, നിരാശപ്പെടല്ലേ. അള്ളാഹുവിനോട് പറയിൻ, ദുആ ചെയ്തു കൊടുക്കിൻ, അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. നിരാശപ്പെടലിൻ. അൻതാക്കിയയിലേക്ക് وَضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ എന്ന് സൂറത്തു യാസീനിൽ പറഞ്ഞ അൻതാക്കിയയിലേക്ക് 3 നബിമാരെയാണ്, അല്ലെങ്കിൽ ഈസ നബിയുടെ 3 ദൂതന്മാരെയാണ് അള്ളാഹു പറഞ്ഞയച്ചത്. ആരാ മുസ്ലിമായത്? ഒരാളൊഴികെ, ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായി ജനങ്ങളെ പ്രവാചകന്മാരുടെ കൂടെ നിന്ന് വിളിച്ചു നോക്കി. എന്നാൽ ആ ജനങ്ങൾ ചെയ്തത് ആ നന്മ ചെയ്ത മഹാമനുഷ്യനെ കൊലപ്പെടുത്തുകയാണ്. അദ്ദേഹം ഷഹീദായി മരിക്കുന്നു. പക്ഷെ എന്തോ ഒരു മനോഹരമായ മരണം. ബഹുമാനപ്പെട്ടവർ എന്താ പറഞ്ഞത്? യാ ലൈത ഖൗമി യഅലമൂൻ ഖീല ദഖുലിൽ ജന്ന
قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. എനിക്ക് അല്ലാഹു പുറത്തു തന്നതും എന്നെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തിയതും എന്നെ കൊന്ന ആളുകളെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. ആര് പറഞ്ഞു? മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അൻതാകിയ എന്ന തുർക്കിയിലെ ഒരു പട്ടണത്തിലേക്ക് 3 ദൂതന്മാർ വന്നിട്ട് അവരോടൊപ്പം നിന്ന് ഹബീബുൻ നജ്ജാറിനെയും ഈ 3 പ്രവാചക ദൂതന്മാരെയും കൊല്ലാൻ ശ്രമിച്ച നാട്ടുകാർ. എന്നിട്ട് പോലും ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ച മഹാനാണ് സാഹിബു യാസീൻ, യാസീനുകാരൻ എന്നറിയപ്പെടുന്ന മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. മരിച്ചപ്പം പറയാണ്, റബ്ബേ നീ എനിക്ക് സ്വർഗം തന്നുവല്ലോ റബ്ബേ, അതെന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് നന്നായേനെ എന്ന് കൊതിച്ചുപോയ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ യാസീൻ സൂറത്തിൽ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിരാശപ്പെടലിൻ. ജനങ്ങളെ ദഅവത്ത് ചെയ്യുമ്പോ ആളുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുമ്പോ നിരാശപ്പെടലിൻ. ജീവിതത്തിൽ മൊത്തത്തിൽ നിരാശപ്പെടലിൻ. കപ്പൽ കയറി യാത്ര പോയ ഒരു കടൽ യാത്രക്കാരന്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വഴിതെറ്റി ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ടപ്പോ അദ്ദേഹം ചിന്തിച്ചു പോയി, 3 ദിവസം ഭക്ഷണം കിട്ടാതെ, അന്നം കിട്ടാതെ, വെള്ളം കിട്ടാതെ, ഒന്നും കിട്ടാതെ ഒരു വിജനമായ ദ്വീപിൽ അകപ്പെട്ടപ്പോ ആ മനുഷ്യൻ പറയാണ്, ഇദാ ശാബൽ ഗുറാബു അതൈതു അഹ്ലി. കാക്കക്ക് വെളുപ്പ് നിറമാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലെത്തും, എൻ്റെ കുടുംബത്തെ കാണാനൊക്കും. ഗൾഫിൽ നിന്നൊക്കെ എത്രയോ കൊല്ലമായി നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആളുകളുണ്ട്. നിരാശ വരുമ്പോ പറയും, ഞാൻ പോവണമെങ്കിൽ കറുത്ത കാക്ക വെളുത്തു പോകണം. അതിനർത്ഥം ഒരിക്കലും എനിക്കതാവില്ല എന്നാണ് അതിന്റെ സാരം. ബഹുമാനപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നപ്പോ നിരാശ ബാധിക്കാതെ ദുആ ചെയ്തില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ, നീ പരിശുദ്ധൻ തന്നെയല്ലോ റബ്ബേ, ഞാനാണ് തിന്മ ചെയ്തത്. ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദുആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോ ഇരുളിന്റെ ചുരുളുകൾക്കിടയിൽ മഹാനായ നബിയുല്ലാഹി യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം ആ ദുആ കാരണം നിരാശയിൽ നിന്ന് അല്ലാഹു ആശയും പ്രതീക്ഷയും നൽകി സമുദ്രത്തിന്റെ അങ്ങറ്റത്തേക്ക് ആ മത്സ്യത്തെ കൊണ്ടുവരികയും ഛർദിക്കാൻ പറയുകയും യൂനുസ് നബി അലൈഹിസ്സലാം അതിന്റെ ശേഷവും നീനവക്കാരോടൊപ്പം ഇറാഖിൽ ജീവിക്കുകയും ചെയ്ത പ്രവാചകനല്ലയോ? ഇവിടെ ഒരാൾ കപ്പലിൽ യാത്ര ചെയ്ത് വഴിതെറ്റിപ്പോയി, തന്റെ കപ്പൽ നഷ്ടപ്പെട്ട് ഒരു ദ്വീപിൽ അകപ്പെട്ട് ഇനി ഒരിക്കലും ഞാൻ നാട്ടിലെത്തില്ല, ഭക്ഷണം പോലും കിട്ടില്ല എന്ന് അദ്ദേഹം നിരാശയോടുകൂടെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കപ്പൽ കാണുന്നത്. ആ കപ്പൽ ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോഴേ ആരോ തന്റെ മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന പോലെ, അസൽ കർബുല്ലദീ അംസൈത ഫീഹി യകൂനു വറാഅഹു ഫറജുൻ ഖരീബു. നിങ്ങൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ആശ്വാസം തരും. ആരായി വിളിച്ചു പറയുന്നത്? ആളെ കാണുന്നില്ല. നോക്കുമ്പോഴാണ് ഒരു കപ്പൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. ആ കപ്പൽ അരികത്തേക്ക് വരുന്നു. അദ്ദേഹം കൈ കാണിച്ചു കൊടുക്കുന്നു, വസ്ത്രം കൊണ്ട് വീശിക്കൊടുക്കുന്നു. കപ്പിത്താൻ കപ്പലിനെ ദ്വീപിലേക്ക് അടുപ്പിക്കുന്നു. ഈ മനുഷ്യൻ ആ കപ്പലിലേക്ക് കയറാൻ പോകുന്ന നേരത്ത് കപ്പലിൽ ആരോ പാടിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ ഇങ്ങനെ കേൾക്കുന്നു. അസാ ഫറജുൻ യഅതി ബിഹില്ലാഹു ഇന്നഹു ലഹു കുല്ല യൗമിൻ ഫീ ഖലീഖതിഹി അംറു ഇദാ ലാഹ ഫാരിജുൻ ഇദാ ലാഹ ഉസ്റുൻ عسر يسرا فإنه فرج يسرا فإنه قضى الله أن العسر يتبعه اليسر عسى فرج يأتي به الله إنه
തീർച്ചയായും അല്ലാഹു ആണല്ലോ പ്രയാസങ്ങൾ നീക്കിത്തരുന്നത്. ലഹു കുല്ല യൗമിൻ ഫീ ഖലീഖതിഹി അംറു, അവന്റെ സൃഷ്ടികളിൽ അല്ലാഹുവിന് ഓരോരോ തീരുമാനങ്ങൾ ഓരോ ദിവസവും അല്ലാഹു എടുക്കുന്നുണ്ട്. ഇദാ ലാഹ ഉസ്റുൻ ഫർജു യുസ്റൻ ഫഇന്നഹു, പ്രയാസങ്ങൾ വരുമ്പോൾ ആശ്വാസം വരണേ എന്ന് പ്രതീക്ഷിക്കണം. ഖലല്ലാഹു അന്നൽ ഉസ്റ യത്ബഉഹുൽ യുസ്റു, അല്ലാഹു തീരുമാനിച്ചുവല്ലോ പ്രയാസങ്ങൾക്ക് ശേഷം അല്ലാഹു ആശ്വാസം നൽകുമെന്ന്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ കവിത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. താൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്, തന്നോടാരോ പറഞ്ഞതും ഇതേ ആശയം തന്നെയാണ്. അസൽ കറുബുല്ലദീ അംസൈത ഫീഹി യകൂനു വറാഅഹു ഫറജുൻ ഖരീബു. തനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിടത്തേക്കാണ് അല്ലാഹു ഒരു കപ്പൽ കൊടുത്തയക്കുന്നത്. ആ കപ്പൽ കയറി അയാൾ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നു. അല്ലാഹു ചെയ്തു കൊടുത്ത പണിയായിരുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് എപ്പോഴും സത്യവിശ്വാസികളുടെ കൂടെയുണ്ട്. നിരാശപ്പെടല്ലേ, അല്ലാഹുലേക്ക് കയ്യുയർത്തിൻ, റബ്ബിനോട് ചോദിക്കിൻ, അല്ലാഹു ജല്ല ജലാലുവിനോട് പ്രയാസങ്ങൾ നീക്കിത്തരാൻ ആവശ്യപ്പെടിൻ. പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.